തുണ്ടുവച്ചതിന് പിടിക്കപ്പെട്ട മാത്യു കുഴൽനാടന് ഇനി MLA സ്ഥാനം കൂടി നഷ്ടമാകുമോ? സംശയിക്കാൻ കാരണമുണ്ട്. അദ്ദേഹത്തിന്റെ ഇലക്ഷൻ സത്യവാങ്മൂലത്തിൽ ഈ ശിക്ഷാ നടപടി വെളിപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ചെയ്യണമോ എന്ന് ചോദിച്ചാൽ വേണ്ട. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്ന ഈ സത്യവാങ്മൂലത്തിൽ ഫോം നമ്പർ 26-ൽ വിദ്യാഭ്യാസ യോഗ്യത 2 സ്ഥലത്താണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, പാർട്ട് എയിലെ 10ാമത്തെ ചോദ്യം, മൈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഈസ് ആസ് അണ്ടർ, അതൊരെണ്ണം. രണ്ടാമത് പാർട്ട് ബിയിൽ ഹയസ്റ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഈ 2 സ്ഥലത്തും മാത്യു കുഴൽനാടൻ ഒറ്റ ഉത്തരവാണ് നൽകിയിരിക്കുന്നത്. ഒരേ ഒരു യോഗ്യതയെ വെളിപ്പെടുത്തിയിട്ടുള്ളൂ. അതിതാണ് ഡോക്ടർ ഓഫ് ഫിലോസഫി ഇൻ ഇന്റർനാഷണൽ ട്രേഡ് ലോ ഫ്രം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി 2012. ഈ ഒരെണ്ണം മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇങ്ങനെ എഴുതുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ അതിനൊരു പ്രശ്നമുണ്ട്. 2016 നവംബറിൽ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. സ്ഥാനാർത്ഥിയുടെ വിദ്യാഭ്യാസ പശ്ചാത്തലം അറിയുക എന്നത് വോട്ടർമാരുടെ മൗലികാവകാശമായി ആ വിധി വോട്ടർമാരുടെ മൗലികാവകാശമാണ് എന്നാണ് ആ വിധി പറയുന്നത്. ജസ്റ്റിസ് AR ദാവയും ജസ്റ്റിസ് നാഗേശ്വര റാവുവും അടങ്ങിയ ബെഞ്ചാണ് ആ വിധി പ്രഖ്യാപിച്ചത്. ആ വിധി പ്രകാരം ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിദ്യാഭ്യാസ യോഗ്യതകളും ഇലക്ഷൻ കമ്മീഷന്റെ ഈ സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തണമെന്നും അത് വോട്ടർമാരെ അറിയിക്കണമെന്നും ആ വിധി നിഷ്കർഷിക്കുന്നുണ്ട്. അപ്പം ആ വിധിയുടെ ലംഘനമാണ് ഈ സത്യവാങ്മൂലത്തിൽ മാത്യു കുഴൽനാടൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്കൂൾ, കോളേജ്, പ്രീ ഡിഗ്രി, യൂണിവേഴ്സിറ്റി തുടങ്ങിയ വിവരങ്ങളൊന്നും തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ സത്യവാങ്മൂലത്തിൽ കൊടുത്തിട്ടില്ല. അപ്പം അതെന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ ഈ പറയുന്ന ഡീബാർ ചെയ്യപ്പെട്ട ആ ശിക്ഷാ നടപടിയുടെ നാൾവഴികൾ വോട്ടർമാരിൽ നിന്ന് മറച്ചുവെക്കുന്നതിനാണ് അദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു JNUവിലെ ഒരു വിദ്യാഭ്യാസ യോഗ്യത മാത്രം അതിനകത്ത് എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. ഈ പറയുന്ന ഏത് കാലത്താണ്, ഏത് വർഷമാണ്, ഏത് കോളേജിലാണ് മാത്യു കുഴൽനാടൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് എന്ന വിവരം വോട്ടർമാരിൽ നിന്ന് മറച്ചുവെക്കാനും അതുവഴി ആ ശിക്ഷാ നടപടി വോട്ടർമാരുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നതിനും വേണ്ടിയാണ് ഇത് മറച്ചുവെച്ചത് എന്നത് വ്യക്തമാണ്. ഏതായാലും ഒരു 24 ജനകീയ കോടതിയിൽ നടത്തിയിരിക്കുന്ന ഈ ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹത്തെ തുടർന്നൊരു നിയമയുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. എന്തായാലും പണി പാലും വെള്ളത്തിൽ കിട്ടുന്ന ലക്ഷണമാണ്. 24 ന്യൂസിലെ ഈ ജനകീയ കോടതി അതിൻ്റെ ദൗത്യം നിർവഹിക്കുകയാണ്.